നന്ദു ആവട്ടെ അനാമികയോട് പറയാണ്, നേരത്തെ കുറച്ച് ഗുണ്ടകൾ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി തല്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ശരിക്കും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നീയും നിൻ്റെ അച്ഛനും കൂടിയിട്ട് തന്നെ ആവും ആ ഗുണ്ടകളെ എന്നെ തല്ലാൻ വേണ്ടിയിട്ട് വിട്ടുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടെന്ന് പറയുകയാണ് നമ്മുടെ നന്ദു അനാമികയോട്. അനാമിക ആവട്ടെ നേരെ വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മയോടും പറയാണ്, നിങ്ങൾ ഇത്രയും മാത്രം വിഡ്ഢിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എൻ്റെ പൊന്നച്ഛ. എത്ര പൈസയാണ് നിങ്ങളിപ്പോൾ വെറുതെ കടം വരുത്തി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നണത് ഗുണ്ടകൾക്ക് തന്നെ അത്യാവശ്യം കാശ് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് തോന്നണത്. അപ്പം നമ്മുടെ തന്ത പറയാണ്, ഞാൻ കടം വരുത്തി വെച്ചിട്ടുണ്ടെങ്കിലേ അത് എനിക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാണ്. നീ ചെയ്യണ ഓരോ ചെയ്ത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും മാത്രം കടങ്കാരനായി എന്ന് പറയുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നെയ്സായിട്ട് ജലജ നമ്മുടെ അനിയുടെ അമ്മയോട് പറയുകയാണ്, ഏട്ടത്തിയുടെയും അനാമികയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒരേ ഗ്രൂപ്പാണ്, എന്നിട്ടും അവൾ രക്തം കൊടുത്തില്ലതിനു വേണ്ടിയില്ല, ഒരു വാക്ക് ഒന്ന് സമ്മതെങ്കിലും മോളായിരുന്നില്ല, അതുകൂടി അവൾ ചെയ്തില്ല എന്ന് ജലജ ഇങ്ങനെ എരിന്തിരി കത്തിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കരിന്തിരി കത്തിച്ചു കൊടുക്കുകയാണ്, എന്തോ ഒരു തിരി കത്തിച്ചു കൊടുക്കുകയാണ്. നവ്യയോട് നയന പറയാണ്, വീട്ടിലുള്ള എല്ലാ ആളുകളും കഠിന വ്രതത്തിലാണ്, അപ്പോൾ നമുക്കും വ്രതം എടുക്കാൻ ചേച്ചി. അങ്ങനെ വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. പിന്നീട് നമ്മുടെ ആദർശിൻ്റെ അച്ഛനും അനിയും എല്ലാവരും കൂടിയിട്ട് അച്ഛൻ്റെ കാലിൽ വീണ്ട് അനുഗ്രഹം മേടിക്കുക.